അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ എത്തുകയാണ്. ശ്വേത മേനോൻ താരസംഘടന അമ്മയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കുക്കു പരമേശ്വരനാണ് ജനറൽ സെക്രട്ടറി. സംഘടനയുടെ തലപ്പത്ത് ആദ്യമായാണ് വനിതകൾ എത്തുന്നത്. ഉണ്ണി ശിവപാലാണ് ട്രഷറർ. ലക്ഷ്മിപ്രിയയാണ് വൈസ് പ്രസിഡന്റ്. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു. ബീന, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ വനിതകളെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തിയായി ഉയരുകയാണ് താരസംഘടനയിൽ. ഈ താരസംഘടനയുടെ ചരിത്രത്തിൽ തന്നെ നിർണായക പദവികളിലേക്ക്, നിർണായക സ്ഥാനങ്ങളിലേക്ക് വനിതകൾ ചുവടുവച്ചിരിക്കുന്നു. ശ്വേത മേനോൻ നയിക്കും അമ്മയെ. മറ്റു വിവരങ്ങൾ. നീലിമ, ഏതാണ്ട് 33 വർഷമായി താരസംഘടന രൂപീകരിച്ചിട്ട് ചരിത്രത്തിൽ ഇതാദ്യമായി താരസംഘടന അമ്മയുടെ തലപ്പത്തേക്ക് ഒരു വനിത എത്തുകയാണ്. ഇക്കുറി ഒരു വനിത തലപ്പത്തേക്ക് വരണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് ജഗദീഷ് അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയിരുന്നു. എന്തായാലും ശ്വേത മേനോൻ ഭൂരിപക്ഷത്തോടെ ഇപ്പോൾ താരസംഘടന അമ്മയുടെ തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ്. വനിതകളുടെ വികസനത്തിനായി, ഇല്ലെങ്കിൽ വനിതാ അംഗങ്ങളുടെ വികസനത്തിനായി നിരവധി പദ്ധതികൾ നടപ്പാക്കുമെന്ന് ശ്വേത മേനോൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. മറ്റൊരു നിർണായക നേട്ടം കൈവരിച്ചിട്ടുള്ളത് സെക്രട്ടറി സ്ഥാനത്തേക്കാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരന് നടൻ രവീന്ദ്രനെ തോൽപ്പിച്ച് കുക്കു പരമേശ്വരൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ട്രഷററായി ഉണ്ണി ശിവപാലാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് വനിതകളെ താരസംഘടനയിലെ ഒരു മിനിറ്റ് ഇപ്പോൾ തിരികെ എത്താം. ശ്വേത മേനോൻ താരസംഘടന അമ്മയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കുക്കു പരമേശ്വരനാണ് ജനറൽ സെക്രട്ടറി. സംഘടനയുടെ തലപ്പത്ത് ആദ്യമായാണ് വനിതകൾ എത്തുന്നത്. ഉണ്ണി ശിവപാലാണ് ട്രഷറർ. ലക്ഷ്മിപ്രിയ വൈസ് പ്രസിഡന്റ്. വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പിനൊടുവിലാണ് നയിക്കാൻ വനിതകൾ അമ്മയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ സിനിമാ മേഖലയിലെ വനിതകളെ സംബന്ധിച്ച് പൊരുതി നേടിയ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ശ്വേതയും കുക്കുവും തലപ്പത്തേക്ക് വരികയാണ്. വലിയ മാറ്റം ഈ അമ്മയെന്ന താരസംഘടനയിൽ ഉണ്ടാകും എന്ന് കരുതപ്പെടുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരവസരം തരൂ, ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അമ്മയിൽ ചെയ്യാനുണ്ട് എന്നാണ് ശ്വേത തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞത്. ബീന റാണിയിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. ബീന, അങ്ങനെ വനിതകൾ ചരിത്രത്തിൽ ആദ്യമായി അമ്മയുടെ തലപ്പത്തേക്ക് വരികയാണ്. ചരിത്ര വിജയമാണ് വനിതകൾ നേടിയിരിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും നീലിമ, താരസംഘടന അമ്മയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു വനിത തലപ്പത്തേക്ക് എത്തുന്നത്. തീർച്ചയായും വനിതകളുടെ അംഗങ്ങളുടെ ക്ഷേമത്തിനായി ശ്വേത മേനോൻ പ്രവർത്തിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. നമുക്കറിയാം, ശ്വേത മേനോൻ തെരഞ്ഞെടുപ്പിനായി മുന്നോട്ട് വന്നപ്പോൾ തന്നെ അവർക്കെതിരെ നിരവധി ആരോപണങ്ങളുമായി പലരും രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് താരസംഘടനയിലെ അംഗങ്ങൾ ഇപ്പോൾ ശ്വേത മേനോനെ സംഘടനയുടെ തലപ്പത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെയാണ് കുക്കു പരമേശ്വരൻ്റെ വിജയവും കാണേണ്ടത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് കുക്കു പരമേശ്വരൻ എത്തിയിരിക്കുന്നത്. കുക്കു പരമേശ്വരനെതിരെയും നിരവധി പല കോണുകളിൽ നിന്നുള്ള ആരോപണങ്ങൾ എത്തിയിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇരുവരും വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കുക്കു പരമേശ്വരൻ നടൻ രവീന്ദ്രനെയാണ് തോൽപ്പിച്ചതെങ്കിൽ ശ്വേത മേനോൻ നടൻ ദേവനെയാണ് തോൽപ്പിച്ചത്. എന്തായാലും താരസംഘടനയുടെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യത്തെ സംഭവമാണ്. ഏതാണ്ട് 33 വർഷം മുമ്പ് രൂപീകൃതമായ ഈ സംഘടനയുടെ തലപ്പത്ത് ഇതാദ്യമായാണ് ഒരു വനിത എത്തുന്നത്. ഇത്തവണ ഒരു വനിത തന്നെ തലപ്പത്ത് ഉണ്ടാകണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് ജഗദീഷ് അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയിരുന്നു. തുടർന്നാണ് ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത വിധം താരസംഘടനയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ സമയങ്ങളിലും മറ്റും വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും വോട്ടെണ്ണൽ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം തന്നെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ശ്വേത മേനോൻ്റെ വിജയം താരസംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു നേട്ടമായി തന്നെ കണക്കാക്കപ്പെടണം. കാരണം കൂടുതൽ വനിതകൾ അംഗങ്ങളായുള്ള ഒരു സംഘടനയാണ്. ഏതാണ്ട് 33 വർഷം മുമ്പ് രൂപീകരിച്ച ഈ സംഘടനയിൽ ഇത്തവണ ഒരു വനിത തലപ്പത്തേക്ക് വന്നത് സംഘടനയുടെ ആകെയുള്ള പ്രവർത്തനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ശ്വേത മേനോൻ സംസാരിക്കുകയാണ്.
ബീന, കേൾക്കാമോ? ശ്വേതാ മേനോനെതിരെ പരാതി, കുക്കു പരമേശ്വരനെതിരായ ആരോപണം തുടങ്ങി വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി കൊഴുത്തതായിരുന്നു ഇത്തവണത്തെ അമ്മ തെരഞ്ഞെടുപ്പ്. വലിയ വിവാദങ്ങൾ ഉടലെടുത്തു. ശ്വേതയ്ക്കെതിരെ കേസ് എടുക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ വനിതാ താരങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ തയ്യാറായത്. ഇപ്പോൾ വലിയ വിജയം അവർക്ക് ഉണ്ടായിരിക്കുകയാണ്. ബീന റാണി, അമ്മയ്ക്ക് ഗുണം ചെയ്യുമെന്ന് ഉള്ള പ്രതീക്ഷയിൽ വീട്ടിലേക്ക് പോകും. ശരി, താങ്ക് യു. അമ്മയുടെ തലപ്പത്ത് ഉണ്ടാകണമെന്ന ഒരു ആഗ്രഹത്തിൻ്റെ എല്ലാ താരങ്ങളും മറ്റു വനിതാ അംഗങ്ങൾ തന്നെ അത്തരത്തിലൊരു ആഗ്രഹം നേരത്തെ പല തവണയായി പ്രകടിപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ വേളകളിലെല്ലാം തന്നെ അത്തരം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഏതായാലും ഒരു വനിതാ അംഗം തന്നെ തലപ്പത്തേക്ക് എത്തണമെന്ന ഒരു തീരുമാനത്തിൽ ശ്വേതാ മേനോനെതിരെ ആദ്യം മത്സരിക്കാൻ തീരുമാനിച്ചിരുന്ന പലരും പിന്മാറിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു നിർണായക നേട്ടം തന്നെയാണ് താരസംഘടനത്തോളം ശ്വേതാ മേനോന്റെ വിജയത്തിലൂടെ സംജാതമായിരിക്കുന്നത്. എന്തായാലും വനിതകളുടെ ക്ഷേമത്തിനായി കൂടുതൽ പ്രവർത്തനങ്ങൾ ശ്വേതാ മേനോൻ തലപ്പത്തെത്തുന്നതോടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഒപ്പം തന്നെ കുക്കു പരമേശ്വരനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നതോടെ 2 വനിതകൾ, അതായത് പ്രധാനപ്പെട്ട 2 പദവികളിൽ 2 വനിതകൾ എത്തുകയാണ് താരസംഘടനയിൽ. ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. നേരത്തെ പുരുഷന്മാരുടെ ആധിപത്യം ഉണ്ടായിരുന്ന ഒരു സംഘടനയിലേക്കാണ് ഇപ്പോൾ ഇത്തവണ കൂടുതൽ സ്ത്രീകൾ മത്സരിക്കാൻ എത്തുന്നതും അവരിൽ 2 പേർ പ്രധാന സ്ഥാനങ്ങളിലേക്ക് എത്തുന്നതും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഉണ്ടായെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ശ്വേതാ മേനോൻ ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പദവികളിലേക്ക് ആരൊക്കെയാണ് എത്തുന്നത് തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനകം ലഭിക്കുമെന്നാണ് കരുതുന്നത്. നീലിമ. ബീന, ഈ അതിരൂക്ഷമായ ചേരിപ്പോരാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ സംഘടനയിൽ ഉണ്ടായിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങളാണ് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ ഇടയാക്കിയത്. പിന്നീടാണ് ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്ത്രീകൾ ഈ സംഘടനയുടെ തലപ്പത്തേക്ക് ഉയർന്നു വരണം എന്നുള്ള ഒരു പൊതുവികാരം ശക്തിപ്പെട്ടിരുന്നു. അതായത് 31 വർഷത്തെ സംഘടനയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഒരൊറ്റ സ്ത്രീ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക്, ഒരു സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായും ആൺമേധാവിത്വം നിലനിന്നിരുന്ന ഒരു മേഖല. അവിടെ സ്ത്രീകൾ വൻതോതിൽ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന വിവരങ്ങൾ ഹേമ കമ്മീഷനിലൂടെ പുറം ലോകം അറിഞ്ഞു. നിർഭയമായി വനിതാ താരങ്ങൾ ഹേമ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. അപ്പോൾ തന്നെ സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന വലിയൊരു ആവശ്യമാണ് ഈ സംഘടനയെ നയിക്കേണ്ടത്, ഈ സംഘടനയുടെ തലപ്പത്തേക്ക് ഉണ്ടാകേണ്ടത് വനിതകൾ തന്നെയാണ്. ആ വനിതകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഈ ചൂഷണങ്ങൾ അവസാനിപ്പിക്കാൻ വലിയ കെൽപ്പുണ്ടാകുകയുള്ളൂ എന്നുള്ള വിലയിരുത്തലും വന്നു. വലിയ താരങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം വന്നു. സ്വാഭാവികമായും ശ്വേതാ മേനോൻ സംഘടനയുടെ തലപ്പത്തേക്ക് വന്നു. ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ വരികയാണ്. വനിതാ താരങ്ങളെ സംബന്ധിച്ച്, വനിതാ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആശ്വാസം പകരുന്ന ഒരു തെരഞ്ഞെടുപ്പല്ലേ ഇത്തവണ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും നീലിമ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുണ്ടായ ചില ആരോപണങ്ങൾ, അതായത് അംഗങ്ങൾക്കെതിരെ ഉണ്ടായ ചില ആരോപണങ്ങളെ തുടർന്നാണ് പൂർത്തിയാകാതിരുന്ന ഭരണസമിതിക്ക് രാജിവെക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നത്. തുടർന്ന് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും ഭരണസമിതി ഒട്ടാകെ പിരിച്ചുവിടുകയും ചെയ്തു. തുടർന്ന് അടുത്ത തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴും മോഹൻലാൽ തന്നെ പ്രസിഡന്റായി വരണം എന്ന ഒരു ആവശ്യം അംഗങ്ങളിൽ നിന്ന് ഉയർന്നെങ്കിലും അദ്ദേഹം മാറി നിൽക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഒരു വനിത തന്നെ ഈ തലപ്പത്ത് വരട്ടെ, അതായത് ഹേമ കമ്മിറ്റി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വനിതകളുടെ ചൂഷണവും മറ്റും വലിയ തോതിൽ ചർച്ച ചെയ്ത ഒരു സാഹചര്യത്തിൽ ഒരു വനിത തന്നെ തലപ്പത്തെത്തിയാൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾക്കുമെല്ലാം ഒരു അറുതി വരുത്താൻ കഴിയുമെന്ന ഒരു ധാരണയുടെ പുറത്തുകൂടിയാണ് ഒരു വനിത തന്നെ തലപ്പത്ത് വരട്ടെ എന്ന് അംഗങ്ങൾ തീരുമാനമെടുത്തത്. എന്തായാലും വനിതാ അംഗങ്ങളിൽ ഭൂരിഭാഗവും ഈ തീരുമാനത്തെ പിന്തുണച്ചു. ഏതാനും അംഗങ്ങൾ മാത്രമാണ് കുക്കു പരമേശ്വരനെതിരെയും മറ്റും ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. ബാക്കി അംഗങ്ങളെല്ലാം തന്നെ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമായി ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു. എന്തായാലും ശ്വേതാ മേനോൻ
ഒരു വലിയ വിജയമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. അമ്മയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു വനിതാ അംഗം ഇത്തരത്തിൽ തലപ്പത്തേക്ക് എത്തുന്നത് എന്തുകൊണ്ടും വനിതാ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് കുക്കു പരമേശ്വരൻ്റെ വിജയവും കാണേണ്ടത്. വൈസ് പ്രസിഡന്റുമാരിലും ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസനാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. വൈസ് പ്രസിഡന്റുമാരിൽ ലക്ഷ്മി പ്രിയ വിജയിച്ചിട്ടുണ്ട്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഇത്തവണ താരസംഘടനയുടെ ഭരണസമിതിയിൽ ഉണ്ടാകുമെന്ന് ഏതാണ്ട് തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അത് താരസംഘടനയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് വനിതാ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ കരുതുന്നത്. കാരണം ഇത്തരം പരാതികൾ പലപ്പോഴും ഇത്തരം വനിതാ അംഗങ്ങളുടെ പരാതികൾ പുരുഷ മേധാവിത്വമുള്ള ഭരണസമിതിയുടെ മുന്നിലെത്തുമ്പോൾ പലപ്പോഴും അത് തമസ്കരിക്കപ്പെടാറാണ് പതിവ്. അതിനെല്ലാം തന്നെ ഒരു പരിഹാരം ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇല്ലെങ്കിൽ ഈ ശ്വേതാ മേനോന്റെ വിജയത്തിലൂടെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. ബീന, ലക്ഷ്മിപ്രിയയാണ് വൈസ് പ്രസിഡന്റ്. ഒപ്പം അൻസിബ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യമുണ്ടായി. അതായത് നിർണായക പദവികളിലേക്ക് എല്ലാം സ്ത്രീകൾ എത്തുന്ന സാഹചര്യമുണ്ടായി. എന്നൊന്ന് പരിശോധിക്കാം നമുക്ക്. അത്തരത്തിലൊരു വനിതാ അംഗത്തിനെ തെരഞ്ഞെടുത്ത് സംഘടനയുടെ തലപ്പത്തെത്തിച്ചാൽ വനിതകളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് ഇത്. വനിതാ അംഗങ്ങളുടെ സഹകരണത്തോടെ തന്നെ ഈ ശ്വേതാ മേനോൻ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുന്നത്. എന്നാൽ അവർക്കെതിരെ ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം വന്നെങ്കിലും പിന്നീട് അതെല്ലാം തന്നെ അവർക്ക് അതിജീവിക്കാനായി വളരെ ശ്വേതാ മേനോനെ സംബന്ധിച്ചിടത്തോളം വളരെ ബോൾഡായ ഒരു അഭിനേതാവാണ് അവർ. പലപ്പോഴും ആരോപണ വിവാദങ്ങളിലും മറ്റും പെടുന്നത് അവർ അഭിനയിച്ച ചില റോളുകളുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ പലപ്പോഴും അതിനെല്ലാം തന്നെ നിസ്സാരമാക്കിക്കൊണ്ട് വളരെ വ്യക്തിത്വത്തോടെ പെരുമാറുന്ന ഒരു നടി കൂടിയാണ് ശ്വേതാ മേനോൻ. അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അവരെ ഒരിക്കലും പിന്നോട്ട് നയിച്ചിട്ടില്ല. എന്തായാലും ശ്വേതാ മേനോനെ പോലെ ശക്തയായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശക്തമായ തീരുമാനങ്ങളെടുക്കാൻ കഴിവുള്ള ഒരു അഭിനേതാവ് തന്നെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടത് അമ്മ എന്ന താരസംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനിക്കാവുന്നതും ഒപ്പം തന്നെ വളരെ ശുഭോദർക്കമായ ഒരു നേട്ടമായിട്ട് വേണം വിലയിരുത്താൻ. ബീനാറാണി ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേട്ടുവരാം. പുറത്തേക്ക് വരികയാണ്. അല്പസമയത്തിനകം വാർത്താ സമ്മേളനം നടത്തിയതിന്റെ ഇതേ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം. ചെറിയൊരു ഇടവേള.